ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കൺസിസ്റ്റൻസി. ഒരു പ്രാവശ്യം ജിമ്മിൽ പോവും, ഡയറ്റ് ഫോളോ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ വന്ന് അത് മുടങ്ങും. പിന്നെയും എങ്ങനെയൊക്കെയോ ചെയ്ത് ജിമ്മിൽ പോവും, ഡയറ്റ് ഫോളോ ചെയ്യും, പിന്നെയും മുടങ്ങും. ഈ ഒരു കണ്ടിന്യൂസ് ലൂപ്പ് കാരണം കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാതായി വരുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കാം? ഞാൻ ഫോളോ ചെയ്യുന്ന 5 ഗോൾഡൻ റൂൾസ് ഉണ്ട് കൺസിസ്റ്റന്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഹായ്, വെൽക്കം ടു ന്യൂട്രിമാൻ വെൽനസ്. ഞാൻ ഡയറ്റീഷ്യൻ മനീഷ്. ഞാനും ഒരു ബിസി പ്രൊഫഷണലാണ്. എനിക്കും ഡെയിലി 10 to 12 hours ഒക്കെ വർക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതും എൻ്റെ ക്ലയൻസിനെ ഗൈഡ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ എൻ്റെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നോക്കുന്നതും. അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏതൊരു ബിസി പ്രൊഫഷണലിനും അവരുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നോക്കാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്പർ 1, ലോവർ ദ ബാർ. അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത ഗോള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഗോളാണ്, പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് അത് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബിസി ലൈഫ് കാരണം നിങ്ങൾക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ മാറ്റി വെക്കാൻ പറ്റുന്നത് 40 മിനിറ്റ്സ് ആണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ 1.5 hour ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിസ്റ്റന്റ് ആയിരിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ദിവസം ചെയ്യും, പിന്നെ അത് ചെയ്യാതായി വരുമ്പോൾ നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യും, വർക്കൗട്ട് തന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് 40 മിനിറ്റ്സ് ആണുള്ളെങ്കിൽ 30 to 40 മിനിറ്റ്സിൻ്റെ ഒരു വർക്കൗട്ട് പ്ലാൻ ചെയ്യുക. അതാവുമ്പോൾ നിങ്ങളുടെ റുട്ടീൻ അത് ഫിക്സ് ആവും, നിങ്ങൾക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഡയറ്റിലാണെങ്കിലും എല്ലാം ഒറ്റയടിക്ക് ശരിയാക്കാന്നുള്ള വിചാരം മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം ആദ്യം ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് കുറയ്ക്കാൻ നോക്കുക. അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ്. അതല്ലാതെ നിങ്ങൾ ജങ്ക് ഫുഡും കുറയ്ക്കും, കാർബോഹൈഡ്രേറ്റും കട്ട് ഡൗൺ ചെയ്യും, ഇനി കഴിക്കത്തേ ഇല്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നില്ല. അത് വളരെ ഡിഫിക്കൽട്ടായി നിങ്ങൾ ആ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ ബിസി ലൈഫ് കാരണം ചിലപ്പോഴൊക്കെ നിങ്ങൾ വർക്കൗട്ട് മിസ്സായെങ്കിലും കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആയിരിക്കാതെ എന്തെങ്കിലും വേറെ രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വർക്കിന്റെ ഇടയ്ക്ക് 1 hour കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 മിനിറ്റ്സ് നടക്കാം. അതല്ല, നിങ്ങളുടെ ലഞ്ച് ഓർ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നടക്കാൻ പോവാം. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഓവറോൾ ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും. നിങ്ങളൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്പർ 2, ഫിക്സ് യുവർ സ്കെഡ്യൂൾ, നോട്ട് യുവർ മൂഡ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മൂഡിനനുസരിച്ച് ആയിരിക്കാൻ പാടില്ല നിങ്ങളുടെ സ്കെഡ്യൂൾ. നിങ്ങളത് പ്രീ പ്ലാൻ ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പല്ല് തേക്കുമല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ല, ഓട്ടോമാറ്റിക്കലി അതാവുന്നതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അതിന് സെറ്റ് ആയിട്ടുണ്ട്. രാവിലെ എണീക്കുക, പല്ല് തേക്കുക, റൈറ്റ്. അതേപോലെ അതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം. അപ്പോൾ ആ എഴുന്നേൽക്കുന്ന സമയവും അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം, വർക്കൗട്ടിന് ഒരു കൃത്യസമയം, ഈ ഒരു ടൈമിങ്സ് എക്സാക്ട്ലി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ഒരു ടൈം ഫ്രെയിമിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യാതെ തന്നെ അത് നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈലായി മാറി അതൊരു റുട്ടീനായി മാറും. ഇതാണ് നമ്പർ 2. നമ്പർ 3, ഡിസൈൻ യുവർ എൻവിറോൺമെന്റ്. അതായത് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓഫ് ഡേ ഉള്ള ദിവസം മീൽ പ്രെപ്പ് ചെയ്യാം. അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്യോ, എഗ്ഗ് റെഡിയാക്കി വെക്കുന്നതോ, ചിക്കൻ റെഡിയാക്കി വെക്കുന്നതോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫ് ഡേയ്സിൽ ചെയ്യാം. അതാകുമ്പോൾ വർക്കുള്ള ദിവസം നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് പ്രിപ്പറേഷൻ ചെയ്താൽ സംഭവം റെഡിയാവും. അതേപോലെ ജങ്ക് ഫുഡ് വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം വീട്ടിൽ നിങ്ങളുടെ കൺമുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലേക്കൊന്നും ജങ്ക് ഫുഡ് കൊണ്ടുവരാതിരിക്കുക. നിങ്ങളുടെ ഡയറ്റിന് വേണ്ട രീതിയിലുള്ള ഫുഡ് മാത്രമേ അറേഞ്ച് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വർക്കൗട്ട് നാളെ പോവുകയാണെങ്കിൽ വർക്കൗട്ടിൽ നിങ്ങൾ ക്യാരി ചെയ്യേണ്ട കാര്യങ്ങൾ, ലൈക്ക് നിങ്ങളുടെ വർക്കൗട്ട് ക്ലോത്ത്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകേണ്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു എൻവിറോൺമെന്റ് നിങ്ങൾക്ക് ഫേവറബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടും ഡയറ്റും മിസ്സാവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. 4th ഗോൾഡൻ പോയിന്റ്, യൂസ് ദ 2-day റൂൾ. 2-day റൂൾ എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് മിസ്സായി ആൻഡ് സെക്കൻഡ് ഡേയും വർക്കൗട്ട് ഒരു കാരണം വെച്ചാലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല, നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ബോഡി വെയിറ്റ് എക്സസൈസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ചെയ്യണം. അതല്ല, നിങ്ങൾക്ക് ജിം ആക്സസ് ഉണ്ടെങ്കിൽ ജിമ്മിൽ തന്നെ പോവാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-day ബ്രേക്ക് വരാൻ പാടില്ല. കാരണം അത് പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകും. 1 day മാക്സിമം ബ്രേക്ക് ഓക്കെയാണ്. സെക്കൻഡ് ഡേ എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ. സെയിം ഗോസ് ടു ഡയറ്റ്. ഡയറ്റ് ഇന്ന് നിങ്ങളൊരു ഫംഗ്ഷനിൽ പോയി ഡയറ്റ് കയ്യിൽ പോയി എന്നുണ്ടെങ്കിലും സെക്കൻഡ് ഡേയും ഡയറ്റ് മൊത്തം പോകാതെ നോക്കുക. നിങ്ങളുടെ ഒരു റുട്ടീൻ അനുസരിച്ച് ഡയറ്റിനെ സെക്കൻഡ് ഡേ മുതൽ തന്നെ സെറ്റ് ആക്കുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂസ് ബ്രേക്ക് വരുന്നത് സ്റ്റോപ്പ് ആവും. 5th ഗോൾഡൻ റൂൾ, ട്രാക്ക് സംതിങ് ഡെയിലി.
അതായത് സിമ്പിൾ ആയിട്ടുള്ള ട്രാക്കിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ചെറിയൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ബുക്കിലോ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തോ ഡേറ്റ് മെൻഷൻ ചെയ്യുക, ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തോ യെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മാർക്ക് കൊടുക്കാം. ഞാൻ ഡയറ്റ് ഇന്ന് 10-ൽ 8, 8 കൊടുക്കാം, 8 ഞാൻ ചെയ്തു, അല്ല ഇന്ന് അത്ര ഡയറ്റ് ചെയ്യാൻ പറ്റില്ല 5, അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാക്കിംഗ് ഉണ്ടാവും, ഞാൻ ഈ വീക്കിൽ എത്ര ദിവസമായിരുന്നു കൺസിസ്റ്റന്റ് ആയിരുന്നത്. സെയിം ഗോസ് വിത്ത് വർക്കൗട്ട്. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തോ, വർക്കൗട്ടിന് വേണമെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാക്കിംഗ് ഉണ്ടാവും, ഞാൻ ഈ വീക്ക് എത്ര കൺസിസ്റ്റന്റ് ആയിരുന്നു, ഈ മന്ത് എത്ര കൺസിസ്റ്റന്റ് ആയിരുന്നു. അതായത് എനിക്കറിയാം നിങ്ങൾ ബിസി കാരണം നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ട്രാക്കിംഗ് ഒന്നും ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രാക്കിംഗ് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഇത് എനിക്ക് വളരെ വർക്കൗട്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്കും വർക്കൗട്ട് ആവും. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഭവമൊന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല്ല് തേക്കുന്ന എക്സാമ്പിൾ, കുളിക്കുന്ന എക്സാമ്പിൾ, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാതെ തന്നെ നിങ്ങളത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് നിങ്ങൾക്കൊരു ഹാബിറ്റായി ഫോം ആയതുകൊണ്ടാണ്. അതേപോലെ വർക്കൗട്ട് ചെയ്യുന്നതും ഡയറ്റ് ഫോളോ ചെയ്യുന്നതും ഹെൽത്ത് നോക്കുന്നതും ഇതൊരു വലിയ ടാസ്ക് ഒന്നും അല്ല. ഇത് നിങ്ങൾക്കൊരു നോർമൽ ലൈഫായി മാറിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഇത്രയും ബിസി ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഫിസിക്കും നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 5 ഗോൾഡൻ റൂൾസ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇത് യൂസ്ഫുൾ ആകട്ടെ. അവർക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സി യു സൂൺ വിത്ത് മോർ സച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ്. അപ്പോൾ നാളെ മുതൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിരിക്കുമല്ലേ? എൻ്റെ 5 ഗോൾഡൻ റൂൾസ് ഓർമ്മയുണ്ടല്ലോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ബൈ.